ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിറ്റ്കാറ്റ് ആൻഡ് M&M കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയായ നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കറക്റ്റായിട്ട് കൊടുക്കാം. എന്നാൽ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ബൗൾ എടുക്കണം. ഇതിൽ ഒരു നനവ് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 3 മുട്ടയാണ് ആദ്യം എടുക്കേണ്ടത്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നന്നായിട്ട് ബീറ്റായ ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നിച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മറ്റേ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചത് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയുടെ പച്ചമണം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും അങ്ങോട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റായി വന്ന ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിപ്പോൾ ഒന്നും ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 75 ml ആ കപ്പ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്തെടുത്താൽ മതി. അത് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ അപ്പക്കാരാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. 2 വട്ടമൊക്കെ അരിച്ചെടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് കാണുന്നത്. ഇനി ഇത് നമുക്ക് ലൂസാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതും പാലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് കേക്ക് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തട്ടിയെടുക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സാധാരണ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപ്പാകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കേക്ക് ടിന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കാരണം കേക്ക് ടിന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഇരുന്നാലും നമ്മുടെ കേക്ക് അതേ രൂപത്തിൽ ചെരിഞ്ഞിട്ടൊക്കെ ആയി പോകും. അതുകൊണ്ട് ഇതൊന്ന് ഒരേ ലെവലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു അലുമിനിയത്തിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 3/4 മണിക്കൂറോളം ഇത് വേവിച്ചെടുക്കേണ്ടി വരും, അതായത് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവനിൽ തയ്യാറാക്കുന്നവർ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനി ഇത് ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം, എന്തായി എന്നൊന്ന് നോക്കാം. 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ തുറന്ന് നോക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടില്ല, കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് വെന്തുവെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പാന് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്നതിൻ്റെ ഏകദേശം അതേ അളവായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ചോക്ലേറ്റ് കഷ്ണങ്ങളൊക്കെ ഈ വിപ്പിംഗ് ക്രീമിലൊന്ന് ഇങ്ങനെ മുക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് മുക്കി വെക്കണം. നേരിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് കരിയും. ഈ രീതിയാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കിനും ഇത് ചോക്ലേറ്റുകളൊക്കെ ഒന്ന് ചൂട് തട്ടുമ്പോഴേക്കിനും ഒന്ന് മെൽറ്റായിട്ട് വരും. തിളക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ മെൽറ്റായി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാക്ടോപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഐസിങ്ങിന് വേണ്ട വിപ്പിംഗ് ക്രീം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഇതിൽ നമ്മൾ ഈ കേക്കിന് നമ്മൾ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യൊന്നും ചെയ്യുന്നില്ല. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് ക്രീം ബീറ്റായെന്ന് തോന്നുന്നു. നമുക്കൊരു സ്പാച്ചില എടുത്തിട്ട് അതൊന്ന് കമഴ്ത്തി നോക്കാം. അപ്പോൾ ഇത് താഴേക്ക് ചാടുന്നില്ലെങ്കിൽ ഇത് ബീറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളെ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്ക് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്നും അങ്ങോട്ട് മാറ്റി വെക്കണം. കേക്ക് ടിന്നിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണുന്നത് നമ്മൾ മൈദപ്പൊടി വെതറി കൊടുത്തതാണ് കേട്ടോ, അല്ലാതെ ഒന്നുമില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഉയർന്ന് നിൽക്കുന്ന ഭാഗം നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ലെവലാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു നൂല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നൂല് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. സെൻറ്റർ ഭാഗത്ത് ഒരേ അളവിൽ എല്ലാ ഭാഗവും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഈ നൂല് കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല ശക്തി ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് വലിച്ചാൽ ഇത് സിമ്പിളായിട്ട് രണ്ടായിട്ട് കിട്ടും. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് കിട്ടും. ഇത് ഞാൻ ഇതിൽ ഒരു ഭാഗം നല്ല കനമുണ്ട്, അതുകൊണ്ട് അത് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ലെയറാണ് എടുക്കുന്നത്. ഞാൻ ഒരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, വെരി സോറി. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ എല്ലാ വശത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി സൈഡിലൂടെയൊക്കെ വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗവും ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കണം. നമ്മുടെ സാധാ കേക്ക് പോലെ സ്മൂത്താക്കി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കേക്കിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് കാണില്ല. കിറ്റ്കാറ്റും ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് ആകെ കവർ ചെയ്യും. ഇനി സൈഡൊക്കെ നമുക്ക് അങ്ങോട്ട് വൃത്തിയാക്കി കൊടുക്കാം ഈ സമയത്ത്. ഇപ്പോൾ ഞാൻ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അല്പം കൂടെ ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ഒഴിച്ചു കൊടുത്താൽ. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് കിറ്റ്കാറ്റ് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ 2 വലിയ പാക്ക് കിറ്റ്കാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോന്നിലും 10 പാക്കറ്റ് വീതം മൊത്തം 20 ചെറിയ പാക്കറ്റ് കിറ്റ്കാറ്റാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതിൽ നിന്നും ഓരോന്ന് ഇങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ഒട്ടിക്കോളും. ഇനി ഇത് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ചുറ്റുഭാഗത്തും ഒട്ടിച്ച് കൊടുക്കണം, അടുപ്പിച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഏകദേശം ഫില്ലാവാറായി. ഇനി ഇത് മുഴുവനായിട്ടും നമുക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാ കിറ്റ്കാറ്റും വെച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സൈഡും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാണ്. ഞാനൊരു കേക്ക് മുമ്പ് മേടിച്ച ഒരു ബ്ലാക്ക് ഒരു ട്രേയുടെ മുകളിൽ ഇത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു റിബൺ എടുത്തിട്ട് ഇതങ്ങോട്ട് കെട്ടാം. ഇനി ഞാനിത് പതുക്കെ അങ്ങോട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാണ്. ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയ ഈ കേക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ മക്കൾ തന്നെ ഇപ്പോൾ ഒക്കെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി M&Mൻ്റെ ഈ മിഠായിയുടെ ഒരു വലിയ പാക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ആകെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുഴുവനായി തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്മേൽ പേരൊന്നും എഴുതാൻ നിവൃത്തിയില്ലല്ലോ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു കാർഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ മൂത്ത മോനാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അവന് 4 വയസ്സായി. മറ്റേതെൻ്റെ ചെറിയ മോനാണ്. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയൊരു കേക്കാണ്. കുട്ടികൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമ്മുടെ മക്കളെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ത്രില്ല് തന്നെയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്